ഹായ് പിരിസപ്പെട്ട ചങ്ങായിമാരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എൻ്റെ കാസർഗോഡ് ഭാഷയിൽ ഇന്ന് വിഷയം പറയുന്നത്, ഇന്നത്തെ എൻ്റെ വിഷയം MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭയിലെ അംഗം. അതിൽ നിന്ന് നമുക്ക് അറിയാം എന്ത് വിഷയം. നിയമനിർമ്മാണം നടത്തലാണ് ഒരു MLA പ്രധാനപ്പെട്ട ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം. അപ്പോൾ നമ്മളെല്ലാവരും ചോദിക്കുന്നത്, MLA മംഗളത്തിനും മെരിച്ചെടുത്തേക്കും നാടകട്ടാക്കാനും മാത്രം പോകുന്നതെന്തേ, വേറെന്തും കാണുന്നില്ലല്ലോ, അദ്ദേഹം ഇവിടെ ഫുള്ള് കച്ചവടം തുടങ്ങി നാറിയിട്ട് മൂക്ക് പൊത്താൻ കഴിയുന്നു, മൂക്ക് കുത്തിയിട്ട് നടക്കണോ? അങ്ങനെ പല വിഷയം നമ്മളെ ഗ്രൂപ്പിൽ ഇപ്പോൾ എങ്ങനെ ഒരു 10 മാസം ഉള്ളത് നമ്മളെ ത്രിതല പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷന് 3 പഞ്ചായത്ത്, അല്ലെങ്കിൽ പഞ്ചായത്തും ബ്ലോക്കും അതുപോലെ നമ്മളെ ജില്ലയ്ക്കുള്ള 3 ജാഗക്ക് 3 നമ്മൾ വോട്ടിടണം. വേറെ 10 മാസം കഴിഞ്ഞാൽ എല്ലാവരും അതിൻ്റെ ബിസിയിലുണ്ട്. അതിനുകൊണ്ട് തന്നെ ഓരോ പാർട്ടിക്കാർ ജയിക്കാൻ വേണ്ടിയിട്ട് പല ഭരിക്കുന്നവരെയും ഓരെല്ലാം ചൊറഞ്ഞുകൊണ്ടും കളിയാക്കിക്കൊണ്ടെല്ലാം ഉണ്ട്. അതെല്ലാം ജനാധിപത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിമർശനം എല്ലാം വേണം. ഒരു ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ എന്ന് അങ്ങനെ വേണം, അതിനുകൊണ്ട് വിമർശിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ വിഷയം ഒരു MLA, നമ്മുടെ കേരളത്തിൽ 140ഓളം MLA മാരുണ്ട്. അതിൽ ഭൂരിപക്ഷം കിട്ടുന്ന ആൾക്കാണ് മന്ത്രിസ്ഥാനം അതുപോലെ തന്നെ ഭരിക്കാൻ പറ്റുന്നത്. അതെല്ലാം അതിൻ്റെ ഒരു ഭാഗം. MLA ചെല്ലെങ്കിൽ എന്ത്, നമ്മുടെ നാട്ടിൻ്റെ നമുക്ക് എല്ലാവർക്കും നല്ല നമ്മളെ ഏത് ഭാഷയുള്ള ഈ ജാഗ എന്നാണ് പോയിന്റ്. അതിനുകൊണ്ട് അയാൾക്ക് മലയാളം അറിയും, അയാൾക്ക് കന്നഡ അറിയും, തുളു അറിയും. സപ്തഭാഷ സംഘഭൂമിയിൽ നിന്ന് പോകുന്നത് കൊണ്ട് അയാൾ അവിടെ പോയിട്ട് കന്നഡം ഉണ്ടെന്ന് തുളുവും ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് സന്തോഷം. നമ്മളെല്ലാവരും MLA ആ MLA ജനപ്രിയ MLA ആണ് നമ്മളെ അസർപ്പിച്ച AKM അഷ്റഫ്. അപ്പോൾ എല്ലാവരും MLA. അപ്പോൾ ഈ നമ്മളെ MLA മാത്രമല്ല, ടോട്ടൽ MLA എന്നുള്ള ആൾക്ക് ഭരണഘടന എന്താണ് നിർദ്ദേശിക്കുന്നത്, അദ്ദേഹം എന്താണ് ജനങ്ങളോട് ചെയ്യേണ്ടത്, അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട്, അയാളെ പണിയെന്ത്. അദ്ദേഹം പോയിട്ട് നിയമസഭയിൽ നമ്മളെ നാട്ടുകാർക്ക് മണ്ഡലക്കാർക്ക് ഇപ്പോൾ നമ്മളെ പഞ്ചായത്തിൽ 8 പഞ്ചായത്തുകാർക്കും വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കണം. ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ ആയെങ്കിൽ പണിൻ്റെ വിഷയത്തില, ലേബറിൻ്റെ വിഷയത്തില, സ്ത്രീകളെ വിഷയത്തില, ഇവിടെ എന്തെങ്കിലും വേണമെങ്കില, പ്രത്യേകമായ നിയമമെല്ലാം വേണമെങ്കില അദ്ദേഹം അവിടെ സബ്മിഷനിലൂടെ സംസാരിച്ചിട്ട് അതിനെ നേടിയെടുക്കണം. അതാണ് MLA മർമ്മപ്രധാനമായ വിഷയം. അതേപോലെ തന്നെ ഒരു ബജറ്റ് അറിയും, ഒരു കൊല്ലത്തേക്ക് ഒരു ബജറ്റ് വരുന്നു, അല്ലെങ്കിൽ 5 കൊല്ലത്തേക്കുള്ള ബജറ്റ് ഉണ്ടാകുന്നു. ആ ബജറ്റ് ആകുന്നതിന് മുന്നേ എൻ്റെ മണ്ഡലത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്, ബജറ്റിൽ ഇത്ര പൈസ നീക്കി വെക്കണോ എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ഹാർബർ വരുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൂറിസമായിട്ടുള്ള വരുന്നത്, ഇതിലേക്ക് എല്ലാ MLA ഒക്കെ പോയിട്ട് ശക്തമായിട്ട് ഓരോ വിഷയം പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുവരാം. അത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ MLA. പിന്നെ ഇപ്പോൾ ബജറ്റിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ എന്തെങ്കിലും നിയമം, ഇപ്പോൾ തൊഴിൽ യുവാക്കൾക്കൊന്നും പണിയില്ല, അപ്പോൾ പ്രത്യേകിച്ചിട്ട് പണിക്ക് വേണ്ടിയിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും എഞ്ചിനീയർ പഠിക്കുന്നു, ഡോക്ടർമാർ പഠിക്കുന്നു. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് എഞ്ചിനീയർക്കുള്ള പണി തസ്തിക ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടും അയാൾക്ക് അങ്ങനെ രീതിയിലുള്ള മാത്രമല്ല, നിങ്ങളിപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ മംഗളത്തിന് പോകാനും പരകുടിക്ക് പോകാനും തോട്ടിലോട്ടിന് പോകാനും എല്ലാം ഈ നാട്ടിലുള്ള ഭരണഘടനയിൽ പറഞ്ഞ എല്ലാ നമ്മളെ ഇന്ത്യയിലുള്ള ജനാധിപത്യത്തിലുള്ള എല്ലാ പൗരന്മാരും വിളിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സമയം അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് എല്ലാവരുടെ പേർക്ക് ഇപ്പോൾ അയാൾക്ക് പോകണം കൈ ചെയ്യണം ചെയ്തിട്ടില്ല. അയാളെ ടൈമിൽ ഇങ്ങനെ ഇത്തത്തെ സമയത്തിൽ അയാൾ പറഞ്ഞാൽ അയാൾ എത്തും. അതും സുഖദുഃഖങ്ങളിൽ നമ്മളെ ബേജാറ് അല്ലെങ്കിൽ സന്തോഷത്തിൽ അയാൾക്ക് ഇടപെടാം, അയാൾക്ക് കൂടാം. ഇതും MLAക്ക് പറ്റിയ അദ്ദേഹത്തിൻ്റെ പണിയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടുകാരെ, അദ്ദേഹത്തിൻ്റെ മണ്ഡലക്കാരായിട്ടുള്ള എല്ലാ ബേജാറ് ദുഃഖങ്ങളിലും അദ്ദേഹത്തിന് പങ്കുചേരാം. ഇതാണ് MLA ചെയ്യേണ്ടത്. നിയമനിർമ്മാണം, അതുപോലെ തന്നെ വികസന കാര്യങ്ങൾ, ജനങ്ങളെ ബുദ്ധിമുട്ട്. ഇപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ നമുക്ക് വാർഡ് മെമ്പർ ഉണ്ട്, ഗ്രാമസഭ ഉണ്ട്, പഞ്ചായത്തുണ്ട്, എല്ലാം ഉണ്ട്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ കുറേ കാര്യമെല്ലാം MLA അദ്ദേഹം വേറെ നല്ല കാര്യം ഏൽപ്പിച്ചിട്ട് അയാൾക്ക് ചെയ്യാൻ പറ്റിയ നല്ല കാര്യം ഏൽപ്പിച്ച് ചെറിയ കാര്യം നമ്മളെ മെമ്പർമാരെ കൊണ്ട്, നമ്മൾ ബ്ലോക്ക് മെമ്പർമാരെ കൊണ്ടൊക്കെ അല്ലേ ചെയ്യിപ്പിക്കാം. സിമ്പിളായി പറഞ്ഞെങ്കിൽ എല്ലാത്തിനും അദ്ദേഹം ബോൾ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യണം, അയാളെല്ലാം ഇടപെടണം. നിങ്ങളെ പൈപ്പിൽ തണ്ണിയില്ല, അയാൾക്ക് വിളിക്കാം. കുറേ നേരമായിട്ട് ഒരാഴ്ചയായിട്ട് തണ്ണി വരുന്നില്ലേ, അയാൾക്ക് വിളിക്കാം. കറണ്ടിൽ നിങ്ങൾക്ക് വരുന്ന ഫുൾ 24 മണിക്കൂർ കറണ്ട് ഇല്ലേ, അയാൾക്ക് വിളിച്ച് പോയി അയാളെ കറണ്ട് ഓഫീസിൽ വിളിച്ചിട്ട് ശരിക്ക് വിട്ടിട്ട് അതിനെ പാസ്സാക്കി എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ശരിയാക്കും. അങ്ങനെല്ലാം ചെയ്യുക. അതെല്ലാം കഴിഞ്ഞത്ര MLA നല്ല കാര്യങ്ങളെല്ലാം MLA ചെയ്യിപ്പിച്ചിട്ട് ചെറിയ സിമ്പിളായ വിഷയമല്ല നമ്മളെ മെമ്പർമാരെ കൊണ്ടുവരല് ചെയ്യിപ്പിക്കുക. അപ്പോൾ കുറച്ച് സുതാര്യമാവും. നമ്മൾ മെയിൻ എല്ലായിടത്തേക്കും നമ്മൾ ഭരണം എത്തണമെന്നാണ് ഈ പഞ്ചായത്ത് രാജിട്ട് പറയുന്നത്. അതല്ല ഈ പഞ്ചായത്തും ബ്ലോക്കും ജില്ലയിലാക്കിയത്. നമ്മളെ നാട്ടുകാർക്ക് നമുക്ക് നിർമ്മാണം, നമുക്ക് ഭരിക്കുന്ന നമ്മൾ ചെറിയ മെമ്പർമാർ ഓരെ കൊണ്ടെല്ലാം പണിയെടുപ്പിക്കണം, നമുക്ക് കൂടണം, ഓരോ ചോദ്യം ചെയ്യണം, മിനിറ്റ്സ് ബുക്ക് വേണം, അതിലെല്ലാം കാലാകാലം മിനിറ്റ്സിൽ എഴുതണം, നാടിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. ഇതെല്ലാം ഇത്. അപ്പോൾ ഇന്നത്തെ വിഷയം MLA നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കാം. നിങ്ങളെല്ലാം സപ്പോർട്ടിലാണ് നമ്മളിങ്ങനെയുള്ള വിഷയം ഇന്നത്തെ സാധാരണയായിട്ട് നടക്കുന്ന വിഷയം ഞാൻ നമ്മളെ ഭാഷയിൽ പറഞ്ഞത്. അപ്പോൾ സപ്പോർട്ട് വേണം.
ഞാൻ കൃത്യമായിട്ട് വിവരം അറിയുന്ന വിഷയമാണ് നിങ്ങളോടുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്, നിങ്ങളായിട്ട് വിഷയം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് SSC Media 1 എന്ന ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.